ഒരു സംശയം ചോദിച്ചോട്ടെ അമ്മായി? ഋതിക കുറേയേറെ മോശം വാക്കുകള് ദീപേട്ടനെ കുറിച്ച് പറഞ്ഞു. ഒരാള് ഇത്രയൊക്കെ മോശമാവോ? എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയട്ടെ, അപ്പൊ പഠിച്ചോളും. ഋതുമോള് നുണയൊന്നും പറയില്ല. അവള് പറഞ്ഞതൊക്കെ സത്യ. മോളെ, അവന്റെ ഒരു വല്ലാത്ത സ്വഭാവാ. ഒരു മനുഷ്യനും അവന്റെ അടുത്ത് അടുക്കാൻ കഴിയില്ല. ഒരു പെണ്ണ് കൊച്ചിനെ എടുത്തിട്ട് കരഞ്ഞും പിഴിഞ്ഞും ഇവനെ ശപിച്ചിട്ട് അല്പം മുമ്പ് ഇവിടുന്ന് ഇറങ്ങി പോയതേയുള്ളൂ. മോള് ഇവന്റെ അടിയും തൊഴിയും കൊണ്ട് ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി ഋതുമോള് പറഞ്ഞതാ. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ. അംബിക അമ്മയോ? ദീപേട്ടനമ്മ? ഉള്ളത് പറയാലോ, ഇങ്ങനൊരു നെറികെട്ട അമ്മായിയമ്മയെ തപസ്സിരുന്ന ആർക്കും കിട്ടില്ല. ആ, കുറെ അസൂയക്കാരും പരദൂഷണക്കാരും ഒക്കെ ഇവിടെയുണ്ട്. അതൊന്നും കാര്യാക്കണ്ട. അതെല്ലാ കുടുംബത്തിലും കാണുമല്ലോ. ഞാനതൊന്നും അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ, നല്ല കാര്യം. ഞങ്ങൾ പിള്ളേച്ചനെ പോയി കണ്ടു, സംസാരിച്ചു. ഇവര് പറഞ്ഞതൊക്കെ ശരിയാ. അനന്തമുള്ള പാപ്പരാ. അയാളെന്റെ ശത്രുവായിരുന്നു. പക്ഷേ ശത്രുവിന്റെ നാശം കണ്ട് ആനന്ദിക്കുന്നവനല്ല പ്രതാപവർമ്മ. മഹാപാപികളിൽ ഒരാൾ മാനസാന്തരപ്പെട്ട അതിലും വലിയ സമ്മാനം ദൈവത്തിന് കൊടുക്കാനില്ല. അനന്തമുള്ള അടിമുടി മാറിയിരിക്കുക. അതുകൊണ്ട് ചേച്ചി തീരുമാനിച്ചതും ദീപക് അനന്തംപിള്ളയ്ക്ക് വാക്കുകൊടുത്തതുമായ ഈ വിവാഹം നടക്കുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്റെ ഈശ്വര, ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചില ഉപാധികളോടെ ഈ കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കൂ. ഇവന്റെ പേരിൽ ഒരു കംപ്ലൈന്റും ഇനി എന്റെ മുന്നിൽ വരാൻ പാടില്ല. ഇന്നലെ വരെ ഇവൻ ചെയ്തിട്ടുള്ള എല്ലാ മര്യാദകേടുകളും ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിവ്യ ഇവനെ ഉപേക്ഷിച്ച് പോയതാണെങ്കിലും അവൾ എപ്പോ കുഞ്ഞുമായി തിരികെ വന്നാലും ആ കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവന് തന്നെയായിരിക്കും. ഈ നിബന്ധനകളെല്ലാം അംഗീകരിക്കെങ്കിൽ മാത്രം ഈ കല്യാണം നടത്താം.